ഹായ് ഗായ്സ്, സാലൂസ് റിയാലിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എടുക്കാൻ എത്തിയിരിക്കുന്നത് താമരശ്ശേരി ചുരം കയറിയിട്ട് ലക്കിടിയിലെ ജലം പീക്ക് എന്ന ഒരു ഗാന്ധിഗ്രാമം ഷോപ്പിലാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് കയറിയിട്ട് നോക്കട്ടോ. അപ്പോൾ ഗൈസ്, ഇതാണ് കേട്ടോ ഷോപ്പ്. പിന്നെ ഞങ്ങൾ വന്ന വണ്ടിയാണത്. സാലൊക്കെ വണ്ടി മരിക്കുന്നുണ്ട്. അതിൽ വണ്ടി വന്ന് ഇറങ്ങിയാലേ വണ്ടിക്കൊരു കംപ്ലൈന്റ് ഉണ്ട്. ഓഫാക്കിയാൽ പിന്നെ ഓണാവില്ല. അതുകൊണ്ട് ഓണാക്കിയിട്ട് വണ്ടി മരിക്കുകയാണ്. അപ്പം അതാ ഞാൻ വണ്ടി വന്ന് ഇറങ്ങി. ഇപ്പം ഷോപ്പിൽ ഇതാ ചോക്ലേറ്റ് ഹാമ്പറും ചോക്ലേറ്റ് ഹാമ്പർ ചെയ്യാനുള്ള സംഭവമുണ്ട്. കുരുവികളുടെ കൂട്, അതുപോലെ ആനന്റെ ശില്പം, പിന്നെ അങ്ങനെ കുറെ നമ്മളെ പണ്ടത്തെ പെട്രോമാക്സ് ലൈറ്റ് ഒക്കെ അല്ലേ, അതുണ്ട്. കുറെ ഹാങ്കിങ് ചെയ്യാൻ പറ്റിയ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പണ്ടത്തെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. പേരൊന്നും എല്ലാത്തിന്റെ അറിയൂല. എന്താണ് കേട്ടോ പെട്രോമാക്സ്. നമ്മളെ പണ്ടൊക്കെ കറണ്ട് പോയാലും അതുപോലെ കറണ്ട് ഇല്ലാത്ത വീട്ടിലൊക്കെ കത്തിച്ചിരുന്നൊരു വിളക്കില്ലേ, അതാണ് ഇത്. അതിന്റെ പേരെന്താ, പെട്രോമാക്സ് ആണ് തോന്നുന്നുണ്ട്, ഓർമ്മയില്ല. അങ്ങനെ തന്നെ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ കുറെ എന്താ പറയുക, ഇരിക്കുന്ന ചൂരൽ കൊണ്ടുണ്ടാക്കിയ സ്റ്റൂളുകളും കൊട്ടകളും, പിന്നെ ചിരട്ട കൊണ്ടുണ്ടാക്കിയ കിളിയും പല സാധനങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഉള്ളിൽ കയറി. ഉള്ളിൽ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മുകളിലൊക്കെ എന്തൊക്കെ ഈ നമ്മളെ വീടൊക്കെ അലങ്കരിക്കാൻ പറ്റിയ സാധനങ്ങളും, കപ്പല്, ചൂരല് കൊണ്ടൊക്കെ ഉള്ള കപ്പലൊക്കെയാണ് കേട്ടോ. പിന്നെ മരം, പിന്നെ കുതിര, ഒട്ടകം, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. പിന്നെതാ കുറെ ഗരുഡനും, പിന്നെ വണ്ടികള്, ഭരണി, കൊക്ക് തന്നെയല്ലേ പറയാ, പിന്നെ നന്നാരി സർവത്തും, മാന്, അങ്ങനെയുള്ള എല്ലാ ഷോക്കേസ് ആയിട്ടൊക്കെ ഉള്ള കുറെ ഐറ്റംസ് ഉണ്ട് അവിടെ. നമ്മളെ വീട്ടിൽ ഷോക്കേസിൽ വെക്കണ പിന്നെ ചോക്ലേറ്റുകള്, പിന്നെ ചായപ്പൊടി, ഭരണി. പിന്നെ കൈസ് പറയാനുള്ളത് എന്താ വെച്ചാല്, ഞങ്ങൾ ആദ്യമായിട്ടാട്ടോ ഒരു ഷോപ്പിന്റെ വ്ളോഗൊക്കെ ചെയ്യുന്നത്. ആദ്യത്തെ വ്ളോഗാണ്. അപ്പൊ എങ്ങനെ അടുക്കേണ്ട എന്താണെന്നറിയില്ല. ഞാൻ തന്നെ എടുത്ത വീഡിയോ ഒക്കെ ആണ്. അപ്പൊ പല തെറ്റുകളും ഉണ്ടാകും. റേറ്റും കാര്യം എന്നോട് ചോദിച്ചിട്ടും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പൊ ഞാൻ അടുത്ത ഷോപ്പ് വ്ളോഗൊക്കെ നമുക്ക് ക്ലിയർ ആക്കാം. പിന്നെ ഇതൊക്കെ കുറെ സ്പൈസസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ബിരിയാണിയിലൊക്കെ ഇടുന്ന സ്പൈസസും, പിക്കിൾസ്, ചായപ്പൊടിയും എല്ലാം ഉണ്ട്. പിന്നെ നമ്മളെ ഖുർആനൊക്കെ വെക്കുന്ന സ്റ്റാൻഡ്, മരം കൊണ്ടുണ്ടാക്കിയ സ്റ്റാൻഡ് ഉണ്ട്. കാര്യമായിട്ട് സ്പൈസസും ചായപ്പൊടിയും പിന്നെ ഷോപ്പ് പീസും ആണ് അവിടെ ഉള്ളത്. പിന്നെ തുറമാങ്ങ, വയനാട്ടുകാരുടെ ഒരു സ്പെഷ്യലാണ്. മാങ്ങ ഉണക്കിയിട്ട് അതിൽ മുളകും ഇതൊക്കെ ഇട്ട് കഴിക്കുന്നതാണ്. നമ്മളെ കഞ്ഞിൻ്റെ കൂടെയൊക്കെ കൂട്ടി കേട്ടോ. പിന്നെ അവരാണ് ഷോപ്പിലുള്ളത്. അവനക്കാണെങ്കിൽ സംസാരിക്കാനൊക്കെ ഭയങ്കര മടി, ക്യാമറന്റെ മുന്നിൽ വരാനും മടി, ഹായ് പറയാൻ പറഞ്ഞിട്ടൊന്നും പറയുന്നില്ല. എനിക്ക് ഭയങ്കര മടി. പിന്നെ അതൊരു സാധനമാണ്, ബിരിയാണിയിലൊക്കെ ഇടുന്നതാണല്ലോ. ഞാൻ കയ്പ കൊണ്ടാട്ടം ഉണക്കിയതാണോ എന്ന് വിചാരിച്ചെന്നോട് ചോദിച്ചതായിരുന്നു. അപ്പം പറഞ്ഞ ബിരിയാണിയിൽ ഇടുന്നൊരു സ്പൈസസ് ആണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ അധികം അങ്ങനത്തെ സാധനങ്ങൾ തന്നെ ഉള്ളു സ്പൈസസ് ആയിട്ടുള്ളതും. പിന്നെന്താണ്, കുട്ടികളായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെ പോക്കറ്റ് കാര്യമാകണത് അറിയില്ല കേട്ടോ.
അത്രയും കുട്ടികൾക്ക് വേണ്ട സാധനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് കളിക്കാനുള്ള. ചോക്ലേറ്റ് ആയിട്ടുള്ളതും ഉണ്ട്, കളിക്കാനുള്ളതായിട്ടുള്ളതുണ്ട്. ഇതുണ്ട്, ഫുള്ള് ഷോ പീസാണ് ഇഷ്ടം പോലെ. ബാഗുകളും അത്തറുകളും എല്ലാം ഉണ്ട്. പിന്നെ വെൽനെസ് പ്രൊഡക്റ്റ് ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മളെ ഫേസിനെ പറ്റി കുറേ മുൾട്ടാനി മിട്ടി, ഹെയറിൻ്റെതും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. വെൽനെസ് പ്രൊഡക്റ്റുകളുണ്ട്. കാര്യമായിട്ട് വരുന്നത് എന്താന്ന് വെച്ചാൽ കുറേ ഷോപ്പ് പീസുകളും ചായപ്പൊടി, സ്പൈസസ് അങ്ങനത്തെ ഐറ്റംസൊക്കെ കാര്യമായിട്ട്. പിന്നെ ടോയ്സുകളും ഇഷ്ടം പോലെ. അതൊരു ഡബ്ബയാണ് കേട്ടോ. ഇതൊരു തുണിയിൽ മടിഞ്ഞുണ്ടാക്കിയ ഒരു സൈസ് തുണിയാണ്. പിന്നെ നാടൻ കലാരൂപങ്ങളുണ്ട് കുറെ. നാടൻ കലാരൂപങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ പിന്നെ മരത്തിന്റെ ചീപ്പ്, പിന്നെ സ്പൂണുകള്, കയ്യിലുകള്, അങ്ങനത്തെ ചിരട്ടക്കയില്, അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ചിരട്ട കൊണ്ടുള്ള സ്പൂണും അതുപോലെ നമ്മളെ ഈ ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് വെക്കുന്ന മരത്തിന്റെ ഒക്കെ പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുറെ ബാഗും പെന്നിന്റെ സ്റ്റാൻഡാണത്. ഇതൊക്കെ ഷോക്ക് പീസാട്ടോ. ഷോക്ക് പീസും ടോയ്സും ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ എന്താ മരത്തിന്റെ ഇതൊരു സോപ്പാണ്, സോപ്പോട് കൂടിയുള്ള പെട്ടിയാണ്. അത്ര 25 രൂപയാണ്, 30 രൂപറ്റാണ് റേറ്റ് പറഞ്ഞത്. ആയുർവേദിക് ആയിട്ടുള്ള സോപ്പാണ്. അതിൻ്റെ ഉള്ളിൽ സോപ്പുണ്ട്. പെട്ടിൻ്റെ ഉള്ളിൽ സോപ്പായിട്ട് വരുന്നത് കേട്ടോ. പിന്നെ നമ്മള് ഒരല് എടുക്കുന്ന ഇതൊക്കെ കലാരൂപങ്ങളാട്ടോ, നാടൻ കലാരൂപങ്ങള്. ഒക്കെ ഷോക്ക് പീസാണ് എല്ലാം. അങ്ങനത്തെ കുറെ ഐറ്റംസ് ഉണ്ട്. കലപ്പേന്തിയ കർഷകനോ അങ്ങനത്തെ പഴയ നാടൻ കലാരൂപങ്ങളുണ്ട്. പിന്നെ അത് പെന്നിന്റെ സ്റ്റാൻഡാട്ടോ, മരം കൊണ്ടുള്ള പെന്നിന്റെ സ്റ്റാൻഡാണ്. പിന്നെ ഇത് ഒരു പെന്നാണ് കേട്ടോ. പെന്ന് എന്ന് വെച്ചാല് അതിൻ്റെ ഉള്ളില് റീഫില്ലർ ഇല്ല. അത് എന്താ പെന്നിന്റെ കൂട്, അത് ഊരിയിട്ട് അതില് ട്യൂബ് ഇട്ട് കഴിഞ്ഞാല് പെന്നാക്കി ഉപയോഗിക്കാം എഴുതാനൊക്കെ. ശൂലത്തിന്റെ ടൈപ്പുള്ള പെന്ന്. പിന്നെ പത്തിരിപ്പലകകളും കുറേതാണ് പറഞ്ഞ കുരുമുളക് ഉപ്പൊക്കെ പൊടിച്ചൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ, നമ്മൾ ടേബിളിലൊക്കെ കൊണ്ടുവന്നൊക്കെ നയിച്ചാല് ചെറിയ മരത്തിന്റെ കുപ്പികള്, ആന, പിന്നെന്താ മാറ്റുകളും ബാഗുകളും കുറേ ബാഗും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. ബാഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മുളന്റെ പുട്ടും കുറ്റികള്. ഇതിനൊന്നും റേറ്റ് അറിയൂല കേട്ടോ. റേറ്റ് ഒക്കെ ചോദിക്കാൻ എനിക്ക് മറന്നുപോയി. സാലക്കാണെങ്കിൽ പറഞ്ഞു തന്നതുമില്ല ഇങ്ങനെ ചെയ്യണം എന്നുള്ള. ഞങ്ങൾ രണ്ടാളും ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഷോപ്പ് വ്ളോഗൊക്കെ എടുക്കണം. അപ്പോൾ എന്തായാലും അടുത്ത ഷോപ്പൊക്കെ എടുക്കുമ്പോഴേക്കും റെഡിയാവും വിചാരിക്കുന്നു. അപ്പോൾ റേറ്റും കാര്യം ചോദിക്കാനും അതുപോലെ ഷോപ്പിന്റെ സ്പോട്ട് ചോദിക്കാനും ഒക്കെ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറേ ഐറ്റംസ് ഉണ്ട്. അതൊക്കെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഐറ്റംസ് കേട്ടോ, ടോയ്സുകളാണ്. ബോളും
അങ്ങനെ കുറെ വണ്ടികളൊക്കെ ഉള്ള കുറെ ഐറ്റംസ് ആണ്. പിന്നെ അതൊരു ക്ലോക്ക് ഉണ്ട് മരത്തിന്റെ, നല്ല മരത്തിന്റെ ക്ലോക്ക് അല്ല വാച്ച്. ചുമര് തൂക്കുന്ന തന്നെയാണ്, പക്ഷെ വാച്ചിന്റെ ടൈപ്പ് ആയിട്ടാണ് ഉള്ളത്. പിന്നെ അത് മരത്തിന്റെ വളകളാട്ടോ, മരം കൊണ്ടുണ്ടാക്കിയ വളകളാണ്. പിന്നെ മരം കൊണ്ടുണ്ടാക്കിയ നമ്മളെ കുട്ടികൾക്ക് വയമ്പൊക്കെ എഴുതി കൊടുക്കാൻ പാത്രങ്ങളൊക്കെ അല്ലേ, അതൊക്കെ ഉണ്ട്. വളകൾ മൊത്തം മരം കൊണ്ട് ഉണ്ടാക്കിയതാണല്ലോ കേട്ടോ. പിന്നെ പണ്ടത്തെ പൈസപ്പെട്ടി, മണ്ണിന്റെ കൂജകളും കപ്പുകളും കുപ്പി ഒക്കെ ഉണ്ട്. പിന്നെ കുറെ ഫോട്ടോ ഫ്രെയിമും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. ഫോട്ടോ ഫ്രെയിമാണ് ആ സെക്ഷനിൽ ഫുള്ളായിട്ടുള്ളത്. ഇത്രയൊക്കെ തന്നെ ഉള്ളു ഷോപ്പിൽ കേട്ടോ കാണാന്. അപ്പൊ ഗൈസ് അങ്ങനെ ഷോപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാട്ടോ ഒരു സംഗതി കണ്ടത്. നമ്മളെ തേങ്ങയിൽ ഓരോ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മുയലും നായ്ക്കുട്ടിന്റെ ഒരു കണ്ണ് വയ്ക്കണേ. ഇത് രണ്ടും മാത്രല്ല കേട്ടോ, കുറെ ഉണ്ട് അവിടെ. കുറെ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് തേങ്ങനെ കൊണ്ട്. അപ്പൊ ഇങ്ങനെ കണ്ടപ്പോ ഒരു കൗതുകം കേട്ടോ. എന്നിട്ടിപ്പോ അത് ഞാൻ സാലിക്കാക്കൊന്ന് എടുത്ത് കാണിച്ചു കൊടുത്തതാണ്. അപ്പൊ കഴിച്ച് അങ്ങനെ ഷോപ്പിൽ കയറിയ സ്ഥിതിക്ക് 2 ഐറ്റംസ് വാങ്ങി, ഒരു ചോക്ലേറ്റിന്റെ ബോക്സും ഒരു നന്നാറിന്റെ കുപ്പിയും. അപ്പൊ ഗൈസ് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു വന്ന് വ്യൂ പോയിന്റിൽ എത്തിയപ്പോൾ ഒരു വീഡിയോ എടുക്കാം, ഫോട്ടോ ഒക്കെ എടുക്കാന്നും പറഞ്ഞ് ഞങ്ങള് അവിടെ വണ്ടി നിർത്തി ഇറങ്ങുമ്പോ കുരങ്ങന്മാരൊന്നും ഇല്ല കേട്ടോ. പിന്നെ അതാ കുരങ്ങന്മാരൊന്നായിട്ട് ഇങ്ങോട്ട് വന്ന് വണ്ടിമ കവറ് തൂക്കിയിട്ടത് നന്നാറിന്റെ കുപ്പിയും ചോക്ലേറ്റും. ഒരു കുരങ്ങൻ വന്ന് ആ കവറ് പൊളിച്ചു കഴിഞ്ഞാൽ നന്നാറിന്റെ കുപ്പി തന്നെ എടുത്തുകൊണ്ടുപോയി പല്ലുകൊണ്ട് കടിച്ച് അതിന്റെ മൂടിയൊക്കെ തുറന്ന് അത് കുടിച്ച് ഒന്നായിട്ട് കളഞ്ഞ് കുടിച്ച്. കണ്ടോ കുടിക്കണ കുടിപ്പ് കണ്ടോ ഞങ്ങൾ നന്നാറ്. അങ്ങനെ ഗൈസ് നമ്മള് തിരിച്ചു വരുന്ന വഴിക്ക് നമ്മള് കുരങ്ങന്മാരെ നന്നാരി സർബത്തൊക്കെ കുടിച്ചതിന്റെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് 2ാം വളവില് നമ്മളെ സ്ഥിരം സ്പോട്ട് ഉണ്ട്, നമ്മളെ ചായ കുടിക്കുന്ന സ്പോട്ട് ഉണ്ട്. അവിടെ ഒരു കൈൻ്റെ ഷോപ്പുണ്ട്. 2ാം വളവില് 2ാമത്തെ ഷോപ്പ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ സ്ഥിരമായിട്ട് ചുരം കയറുന്ന സമയത്ത് ചായയും കാര്യമായിട്ട് നമ്മൾ കഴിക്കല്. മറ്റേ ഇതാണ് ഗിരിരാജ മുട്ട ഉണ്ട്, മറ്റേ 2 ഉണ്ണിയുള്ള മുട്ട ഉണ്ട്. അപ്പൊ അത് കഴിക്കാണ്. ഇതാണ് നമ്മളെ കൈൻ്റെ ഷോപ്പാണ്. അപ്പോൾ കൈ ഇപ്പൊ കുറെ നമ്മളെ കണ്ടിട്ടെന്ന് പറയാണ്. അങ്ങനെ അവിടെ നിന്ന് നമ്മള് ഗിരിരാജ മുട്ട പാർസലാണ് വാങ്ങിയത്. കുട്ടികൾ സ്കൂൾ വിട്ട് വരാനുള്ള സമയമായിട്ടുണ്ട്. അപ്പൊ കൂടുതൽ സമയം നിൽക്കാനുള്ള ഇതില്ലായിരുന്നു. അപ്പൊ അവിടെ പെട്ടെന്ന് നമ്മൾ പാർസൽ വാങ്ങിക്കൊണ്ട് പോവാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമന്റ് വിടുക, ഷെയർ അടിക്കുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ബൈ ബൈ.